യെഹെസ്കേൽ അധ്യായം 5. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. പിന്നെ തുലാസെടുത്ത് രോമം തൂക്കി വിഭാഗിക്കുക. നിരോധകാലം തികയുമ്പോൾ 1/3 നീ നഗരത്തിന്റെ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം. 1/3 എടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം. 1/3 കാറ്റത്ത് ചിതറിച്ചു കളയണം. അവയുടെ പിന്നാലെ ഞാൻ വാളൂരും. അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ കെട്ടണം. ഇതിൽ നിന്ന് പിന്നെയും നീ അല്പം എടുത്ത് തീയിലിട്ട് ചുട്ട് കളയണം. അതിൽ നിന്ന് ഇസ്രായേൽ ഗൃഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതു യെരൂശലേം ആകുന്നു. ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വച്ചിരിക്കുന്നു. അതിനു ചുറ്റും രാജ്യങ്ങൾ ഉണ്ട്. അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എൻ്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എൻ്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു. എൻ്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു, എൻ്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ച് എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എൻ്റെ ന്യായപ്രമാണങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പോലും ആചരിക്കാതെയും ഇരിക്കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, ഞാൻ തന്നെ നിനക്ക് വിരോധമായിരിക്കുന്നു. ജാതികൾ കാണുകെ ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും. ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകല മ്ലേച്ഛതകളും നിമിത്തം ഞാൻ നിന്നിൽ പ്രവർത്തിക്കും. ആകയാൽ നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെ തിന്നും, മക്കൾ അപ്പന്മാരെയും തിന്നും. ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും. നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെയും ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ച് കളയും. അതുകൊണ്ട് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നത്: നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിയാതെ എൻ്റെ കടാക്ഷം നിങ്ങൾ നിന്ന് മാറ്റിക്കളയും. ഞാൻ കരുണ കാണിക്കയുമില്ല. നിന്നിൽ 1/3 മഹാമാരി കൊണ്ട് മരിക്കും. ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും. 1/3 നിന്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും. 1/3 ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ചു കളയും. അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും. അങ്ങനെ എൻ്റെ കോപത്തിന് നിവൃത്തി വരും. ഞാൻ അവരോട് എൻ്റെ ക്രോധം തീർത്ത് തൃപ്തനാകും. എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ അതിനെ അരുളി ചെയ്തു എന്ന് അവർ അറിയും. വഴി പോകുന്നവരൊക്കെയും കാണുകെ ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്ദയുമാക്കും. ഞാൻ കോപത്തോടും ക്രോധത്തോടും കഠിന ശിക്ഷയോടും കൂടെ നിന്നിൽ ന്യായവിധി നടത്തുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്ദയും ആക്ഷേപവും ബുദ്ധി ഉപദേശവും സ്തംഭനഹേതുവും ആയിരിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു: നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമമെന്ന നാശകരമായ ദുരസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പം എന്ന കോൽ ഒടിച്ചു കളയും. നിന്നെ മക്കളില്ലാതെയാക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കൊലയും നിന്നിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു.